സുജിത്ത് ഇബ്രാഹിം സംസാരിച്ചു. ദീർഘമായി സംസാരിക്കുന്ന ഒരു സന്ദർഭം നമ്മുടെ നാടിൻ്റെ ഏറ്റവും ഉയർന്ന നിന്ദയാണ് ആ അപകടകാലത്ത് ഇവിടെ പരിശീലിക്കുന്നത്. ലോകത്തെവിടെയും ഇതിന് സമാനമായ ഒരു അനുഭവം ഇതിനു മുമ്പ് ഒരു വിമാന അപകട സ്ഥലത്തുണ്ടായിട്ടില്ല. വിമാനാപകടങ്ങൾ നമ്മളിങ്ങനെ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. സാധാരണ ഒരു അപകടം കഴിഞ്ഞാൽ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന വലിയ ദുഃഖമാണ് നമ്മുടെ ലോകത്ത്. എന്നാലും നമ്മളെല്ലാം വിമാനത്തിൽ യാത്ര ചെയ്യുന്നുണ്ട്. അതും ഒരു മനുഷ്യാവസ്ഥയാണ്. ഈ കാലത്തിൻ്റെ പ്രത്യേകതയിൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്തതാണ് യാത്രകൾ. എപ്പോഴും അതിൻ്റെ സൗകര്യങ്ങളുടെ വിപുലീകരണം എന്നത് അതിപ്രധാനമാണ്. അപ്പോൾ യാത്രകൾ സ്വാഭാവികമായി നടക്കും. അത്യപൂർവമായി മാത്രമുള്ള അപകടങ്ങൾ ഉണ്ടാവുക. അങ്ങനെ നടക്കുന്ന അപകടങ്ങളിൽ സാധാരണയായിട്ട് സമൂഹമായി ഇടപെടുക എന്നത് ഇന്നില്ലാത്തൊരു കാര്യമാണ്. പോലീസിന് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ അപകട നിവാരണക്കാരെ കാത്തിരിക്കുന്നതാണ് പോലീസ് ഉണ്ടാവുക. എന്നാൽ വലിയ അപവാദം എന്നുള്ള നിലയ്ക്ക് അതിന് വ്യത്യസ്തമായി മലപ്പുറം കാണിച്ച വളരെ മഹനീയമായ ഐക്യം, കാരുണ്യം, വ്യത്യസ്തമായ ജീവിത വീക്ഷണം. അതാണ് മലപ്പുറത്തെ കളങ്കപ്പെടുത്തുന്ന പലരും ഇവിടെ അതൊന്നുമില്ല എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിക്കും. ഇതാ ഞങ്ങൾ അതെല്ലാം ഉള്ളവരാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അത് മലപ്പുറത്ത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട്. മലപ്പുറം എന്നുള്ള വാക്കിൻ്റെ ഏറ്റവും അഭിമാനകരമായ കാര്യവും ആ നിലയിലുള്ള പുറത്തുനിന്ന് വരച്ചു കാണിക്കുന്ന ചിത്രമല്ല ഞങ്ങളുടേത്. ഇവിടെ എല്ലാ കാലത്തും മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം കാരുണ്യം എന്ന വൈകാരികതയാണ്. അത് മനുഷ്യന് മാത്രമുള്ള വൈകാരികതയാണ്. ആ വൈകാരികതയെ ആകാശത്തോളം ഉയർത്തിപ്പിടിക്കാനുള്ള നമ്മുടെ നാടിൻ്റെ നന്മ മനസ്സാണ് കൂത്തുരങ്ങൾ. ആ നന്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇവിടെ ഏതാനും സുഹൃത്തുക്കൾ സമാഹരിച്ച് ഈ കുടുംബാരോഗ്യ സംരക്ഷണ സഹായ കേന്ദ്രം ഇവിടെ തുറക്കുകയാണ്. അതിൻ്റെ വലുപ്പവും ഭംഗിയും മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ സംഭവവും അതിൻ്റെ പിന്നിലെ മനസ്സുമാണ് പ്രധാനം. ആ നിലയിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആ നിലയിലാണ്. ഇതെന്താണെന്ന് പോലും സത്യത്തിൽ പൂർണ്ണമായിട്ട് അറിയില്ല എന്താണെന്ന് നടക്കുന്നത്. പക്ഷേ ഇബ്രാഹിം വിളിച്ചു. പിന്നെ വല്ലപ്പോഴും ഒന്ന് വിളിക്കുന്ന ഒരാളാണ് നസീർ. അമേരിക്കയിലാണ്. നസീറിൻ്റെ ഒരു വിളി വന്നു, ഇബ്രാഹിമിൻ്റെ ഒരു വിളി വന്നു. ബാക്കി ഞാനൊന്നും ആലോചിച്ചിട്ടില്ല. പിന്നെ പങ്കെടുക്കുന്നവരൊരു പട്ടിക എൻ്റെ മുന്നിൽ നിരത്തി വെച്ചു. അത് പിന്നെ ശ്രീ ഷാദിഖലി തങ്ങളുണ്ട്, ഇബിൻ ജൽസാമുണ്ട്, എന്നൊക്കെ പറഞ്ഞിരുന്നു, ഇടിയുണ്ട്. ഇതൊക്കെ ഞങ്ങളൊക്കെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഒരു നാട്ടുകാരും അടുത്ത വീട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു മുനിസിപ്പാലിറ്റിക്കകത്താണ് ഞാനും കുഞ്ഞാലും സാഹിബും പിന്നെ അനിൽ കുമാറും പിന്നെ നമ്മുടെ ബഹുമാനായ സാധിക്കുന്ന ഞങ്ങളെല്ലാം ഒരു മുനിസിപ്പാലിറ്റിക്കകത്ത് താമസിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നത് പോലെയാണ്. പക്ഷേ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മറ്റൊന്നും എൻ്റെ മനസ്സിലേക്ക് വരില്ല. ഞങ്ങൾ ഒരുമിച്ച് കൂടി ഒന്ന് കണ്ടുപിരിക്കുന്നു എന്നുള്ള ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയുടെ ദാഷ്ട്യത്തിൻ്റെ ഊക്കുകൂടി പ്രകടിപ്പിക്കപ്പെടുന്ന ഒരു പ്രഭാതമാണ് എന്നുള്ള കാര്യം കൂടി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് മറ്റെല്ലാ സുഹൃത്തുക്കളും നമ്മുടെ സുഹൃത്തുക്കളാണ്. ഇവിടെ മുന്നിലിരിക്കുന്നവരും നമ്മളെല്ലാം കണ്ടുപരിചയമുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ നല്ല ചടങ്ങിൽ പങ്കെടുക്കാനായി എന്ന ജീവിതത്തിൻ്റെ ആഹ്ലാദമാണ്. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ ആവർത്തിക്കുന്ന ഒരു സംഭവവും ഒരു കൂട്ടായ്മയും ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു നന്മ കൂട്ടായ്മയും പങ്കെടുക്കുന്ന കാര്യമായിട്ട് അടയാളപ്പെടുത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു.